സംഘികളോട്, പച്ചയ്ക്ക് പറഞ്ഞാൽ സംഘികളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്താ മോഹൻലാലിനെ കുറിച്ച് കരുതിയേ? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ വികാരമാണോ? ഇന്നത്തെ 80-90 കാലഘട്ടങ്ങളിലുണ്ടായ കുട്ടികൾ, 80s 90s കിഡ്സിൻ്റെ ബാല്യത്തെ മനോഹരമാക്കുന്ന ഡയലോഗുകൾ, ബാല്യത്തെ മനോഹരമാക്കുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഗാനങ്ങൾ, ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥയാവട്ടെ, ഒരു സന്തോഷമുള്ള അവസ്ഥയാവട്ടെ, എന്തു തന്നെയാവട്ടെ, നമ്മുടെ ജീവിതത്തിനെ അന്നും ഇന്നും എന്നും അത്രമേൽ സ്വാധീനിക്കുന്ന മഹാനായ മനുഷ്യൻ. എമ്പുരാൻ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ സംഘപരിവാറുകാർ ശക്തമായി മോഹൻലാലിനെ അതിക്രമിക്കുന്നത് കണ്ടു. ഒരു സമ്മർദ്ദം എത്രമാത്രം ശക്തമായിരിക്കും മോഹൻലാലിന് അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. വെറുതെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെ നടന്ന ഭീകരമായ എതിർപ്പിൻ്റെ ഭാഗമായി ആയിരിക്കില്ല അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവുക. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ മോദി അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കൂട്ടുനിന്ന് നടത്തിയ ശക്തമായ കൂട്ടക്കൊല പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമാ സംഘത്തിൽ നായകനായി നിന്ന ലാലേട്ടന് അത്രമേൽ ശക്തമായി നിങ്ങളുടെ എതിർപ്പുണ്ടായപ്പോൾ അത് പിടിച്ചു നിൽക്കാനാവാതെ അദ്ദേഹം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ മോഹൻലാലിനെ നോക്കി വെച്ചിട്ട് കുറേ നാളായി. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നിങ്ങൾ വിളിച്ചപ്പോൾ മോഹൻലാൽ പങ്കെടുത്തില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷം എമ്പുരാനും കൂടിയാകുമ്പോൾ അദ്ദേഹം പഹൽഗാമിലെ ആക്രമണത്തെ അപലപിച്ചിട്ട പോസ്റ്റിന് താഴെ ശക്തമായി നിങ്ങൾ വന്ന് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പറഞ്ഞാൽ വിജയിപ്പിക്കാവുന്നതല്ല മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ സിനിമകൾ. നിങ്ങൾ പറഞ്ഞാൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടാവുന്നതുമല്ല മോഹൻലാൽ എന്ന മഹാനടൻ്റെ സിനിമകൾ. അതിൻ്റെ മുഖ്യ ഒരു ദൃഷ്ടാന്തമാകുന്നു തുടരുമെന്ന സിനിമ. മലയാള സിനിമ കൊട്ടകകൾ മുഴുവൻ തകർത്തടിച്ചുകൊണ്ട് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാതെ ശക്തമായ തുടർച്ചയായ രണ്ടാം വിജയമായി മാറുന്നു എന്നുള്ളതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സംഘപരിവാറിൻ്റെ ആളെയല്ല. കൃത്യമായ ധാരണയും രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി, ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പല ആവർത്തി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാരി നിൽക്കണ്ട മോഹൻലാൽ എന്ന വൻമരത്തിൻ്റെ ഒപ്പം. അത് മലയാളികളുടെ സ്വന്തം അഭിമാന അഹങ്കാരം.